ഡിയേഴ്സ്, ഒരുപാട് കാലമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഒരു അടിപൊളി കഥയായിട്ടാട്ടോ ദേവു ഇന്ന് വന്നിരിക്കുന്നേ. അപ്പോ ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒരുപാട് സ്റ്റോറീസ്, നല്ല കിടിലൻ കഥകള് നമ്മൾ മെമ്പേഴ്സ് ഒള്ളിയാക്കിയിട്ടുണ്ട്. അപ്പൊ ജോയിൻ ചെയ്തോളൂ. ഒന്നും നോക്കാനില്ല, കിടിലൻ കഥകൾ നിങ്ങൾക്ക് മതിമറന്ന് ആസ്വദിക്കാൻ പറ്റും മെമ്പേഴ്സ് ഒള്ളിയായിട്ട്. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തായിട്ടുള്ള ആ ജോയിൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഒരു കുഞ്ഞ് പേയ്മെന്റ് അങ്ങ് നടത്തിയാൽ മതി. പിന്നെ മെമ്പേഴ്സ് ഒള്ളി സ്റ്റോറീസ് ഒക്കെ നിങ്ങൾക്ക് സ്വന്താട്ടോ. അടുത്ത കാര്യം പറയാനുണ്ട്, നമ്മുടെ ദേവൂസ് വോക്കൽസ് ആരും മറന്നിട്ടില്ലല്ലോ. കേറി കഥകളൊക്കെ കേൾക്കുന്നില്ലേ? നല്ല മസാല സ്പൈസി സ്റ്റോറീസ് ആണ് അവിടെ ദേവു നിങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത്. നല്ല പ്രീമിയം സ്റ്റോറീസ് നമ്മൾ നേരത്തെ ഇട്ടിരുന്നതൊക്കെ ഇപ്പോ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ടാണ് ദേവൂസ് വോക്കൽസിൽ കിട്ടുന്നത്. നേരെ ഗൂഗിളിൽ കയറുക, ദേവൂസ് വോക്കൽ എന്ന് സെർച്ച് ചെയ്യുക. ദേവുവിന്റെ വോയിസിലുള്ള ഒറിജിനൽ കഥകൾ നല്ല മസാല ഫീലിൽ നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ പറ്റും, അതും തികച്ചു സൗജന്യമായിട്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ പ്രീമിയം ചാനൽ ഇപ്പൊ നടക്കുന്നുണ്ട്. ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആദ്യത്തെ കമന്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. നമ്മുടെ എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ദയവായിട്ട് ഈസി ആയിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റും ചെയ്യാം. നമ്മുടെ സ്പൈസി സ്റ്റോറീസ് കിട്ടുന്ന ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുക്കാം. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് കാണാനും സംസാരിക്കാനും ചെറിയൊരു വീഡിയോ കോൾ നടത്താനും ഒക്കെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോ അതിലൊക്കെ താല്പര്യമുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ നേരെ ഫസ്റ്റ് കമന്റിൽ ഒന്ന് കേറിക്കോളൂ കേട്ടോ. എന്തായാലും ഈ കമന്റ് ബോക്സിൽ കേറിയിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടമാവാൻ പോകുന്നില്ല, ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ സുഖങ്ങളുടെ ഒരു പുതിയ തന്നെ ലോകം തീർക്കാൻ പോവാണ് നിങ്ങൾക്ക് വേണ്ടി ദേവു. അപ്പൊ ഒരുപാട് പറഞ്ഞു നീട്ടുന്നില്ല, നമ്മുടെ ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. നല്ല കിടില സ്റ്റോറി ആട്ടോ, ഒരു മസാല കഥ തന്നെ ആയാലോ. ചെറിയ ഫാമിലി ടച്ചൊക്കെ ഉണ്ട്, പക്ഷെ ഈ ഫാമിലിയിൽ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. റോസ്മേരിയുടെ കഥയാട്ടോ. അപ്പൊ ഇനി നിങ്ങളുടെ കഥ പറയാൻ പോകുന്നത് റോസ്മേരിയാണ്. എന്റെ പേര് റോസ്മേരി. വയസ്സിപ്പോ 28ആയി. കല്യാണം കഴിഞ്ഞ് 3 വർഷം. ഈ 3ാമത്തെ വെഡിങ് ആനിവേഴ്സറിയില് എന്റെ ഭർത്താവ് എന്റെ അലക്സിച്ചായൻ തന്ന ഒരു ഗിഫ്റ്റാണ് ഇപ്പൊ ഈ കഥ പറയാനുണ്ടായിരിക്കുന്ന മൂല കാരണം. അവിടേക്ക് എത്തുന്നതിന് മുന്നേ ബാക്കി കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം, ചെറുതായിട്ടോ. ശരിക്കും പറഞ്ഞാല് ഞങ്ങൾ 2 മക്കളാ. എന്റെ പേര് റോസ്മേരി എന്ന് പറഞ്ഞല്ലോ. അനിയന്റെ പേര് റോണി, എന്റെ സ്വന്തം റോണിക്കുട്ടൻ. അവനിപ്പോ 24 വയസ്സുണ്ട്. ഞങ്ങളുടെ ചെറുപ്പത്തിലെ നല്ല രീതിയിൽ പ്രാർത്ഥനയും പള്ളിയൊക്കെ ആയിട്ട് നടന്നിരുന്നൊരു ഫാമിലിയാ. ചാച്ചൻ ഭയങ്കര സ്ട്രിക്റ്റാ, നല്ല സ്നേഹനിധിയായ അമ്മ. അതിനിടയില് ഞാൻ ഇവനും കൂടെ കുസൃതിയൊക്കെ കാണിച്ച് ഇങ്ങനെ കടന്നു പോകുന്നു. നല്ല രസമുള്ള ഒരു ഫാമിലി ലൈഫ്. ചെറുപ്പക്കാലത്തെ ഈ അച്ഛന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അധികവും ഓർമ്മയിലുള്ളതെങ്കിലും ഞാനും അനിയനും അതിനിടയിൽ പല പല വിനോദം കണ്ടെത്തിയിരുന്നു കേട്ടോ. കാര്യം ശരിക്കും പറഞ്ഞാല് ഞങ്ങളുടെ ടീനേജിലാണ്. നല്ല അനിയനും ചേച്ചിയും മാത്രമായിട്ടിരുന്ന ഞങ്ങൾക്ക് എവിടെയൊക്കെയോ മനസ്സില് അരുതാത്ത ചിന്തകളും കടന്നു വന്നത്. അരുതാത്ത ചിന്തകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊക്കെ തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനെ പറ്റിയൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. എന്തായാലും നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അവൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒന്ന് തമാശയ്ക്ക് കിട്ടുന്ന അറിവൊക്കെ എന്നോട് പങ്കുവെക്കും. കൂട്ടുകാരന്റെ കയ്യിൽ എന്തൊക്കെയോ കഥാപുസ്തകം ഉണ്ടെന്നും എന്തോ CD ഒക്കെ കണ്ടെന്നൊക്കെ. ആദ്യം അതൊക്കെ കേൾക്കുമ്പോ വല്ലാത്തൊരവസ്ഥയായിരുന്നെങ്കിലും പയ്യപ്പനെ റോണിക്കുട്ടന്റെ ആ സംസാരമൊക്കെ ഞാൻ ആസ്വദിച്ചു തുടങ്ങി. ഓരോന്ന് കണ്ട് കണ്ട് അവനതൊക്കെ പരീക്ഷിക്കണത്രേ. പിന്നെ അവന്റെ പരീക്ഷണ വസ്തു ആവാൻ എനിക്കധികം സമയമൊന്നും എടുത്തില്ല. ഞാൻ സന്തോഷത്തോടെ അതിനൊക്കെ നിന്നുകൊടുത്തു എന്ന് വേണം പറയാൻ. ചെറിയ നാരങ്ങ വലുപ്പമുള്ള എന്റെ ഓരോ ഭാഗവും അവൻ അത്യാവശ്യം വലുപ്പമുള്ള ഓറഞ്ച് വരെ ആക്കിയെടുത്തു. അതൊക്കെ ആരും ഇല്ലാത്ത സമയത്താണേ. പിന്നെ രാത്രി ഉറങ്ങാൻ നേരം ഞങ്ങൾക്ക് മാത്രമായി തനിച്ചു കിട്ടുന്ന ഞങ്ങളുടെ ബെഡ്റൂമിലെ കുറച്ച് സമയവും ചേച്ചി അനിയൻ എന്ന നിലയില് കൂടുതലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കാൻ പറ്റി. റോണിക്കുട്ടനോട് എനിക്ക് ഭയങ്കര സ്നേഹ. ചേച്ചി എന്ന നിലയില് അവൻ എന്നോടും വല്ലാത്ത സ്നേഹം തന്നെയായിരുന്നു. അവനിടയ്ക്ക് പറയും, എന്റെ രണ്ടാനമ്മയാ നീന്ന്. ശരിക്കും പറഞ്ഞാല് അത് സത്യമാണേ. കുഞ്ഞിലെ അവൻ ഓർമ്മയില്ലാത്ത കാലത്ത് അമ്മയുടെ അടുത്ത് നിന്ന് കുടിച്ചതല്ലാതെ ഇപ്പൊ അവന്റെ ചേച്ചിയായ ഞാനാണല്ലോ അവനെ പാലൂട്ടി വളർത്തുന്നേ എന്ന് വേണം പറയാൻ. ശരിക്കും പറഞ്ഞ ഈ നാരങ്ങയിൽ നിന്ന് ഓറഞ്ചിലേക്ക് ഉണ്ടായ ആ രൂപമാറ്റം എന്റെ സൗന്ദര്യത്തിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഏതാണ്ട് എനിക്ക് 22 വയസ്സായപ്പോഴാ അലക്സിച്ചായനെ ഞാൻ പരിചയപ്പെടുന്നത്.
അധികമൊന്നും വൈകാതെ തന്നെ ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലായി. അലക്സിച്ചാനും ഞാനും പിരിയാൻ പറ്റാത്ത രീതിയിൽ. എല്ലാം തുറന്നു പറയുന്നത് കൊണ്ട് റോണിക്കുട്ടനോടെല്ലാം ഓപ്പണായി പറയാൻ എനിക്കൊരു മടിയില്ലായിരുന്നു. അവനോട് ആദ്യമൊക്കെ പറഞ്ഞപ്പോ തമാശ എന്നോണം അവൻ അതൊക്കെ എതിർത്തു. പക്ഷേ പ്രായം അങ്ങ് കൂടിയപ്പോഴേക്കും ചെക്കന്റെ എതിർപ്പ് കുറച്ചധികം കൂടി. അത് മാത്രല്ല, അലക്സിച്ചായൻ വീട്ടിലെ കാര്യം അവതരിപ്പിച്ചപ്പോ എന്റെ ചാച്ചനും താല്പര്യമില്ല. അങ്ങനെ വല്ലാത്ത എതിർപ്പിലും ഞങ്ങൾ രണ്ടുപേരും പ്രണയിച്ചുകൊണ്ടേയിരുന്നു. ഒടുവില് എനിക്ക് പ്രായമായപ്പോ ഏതാണ്ട് 25 വയസ്സായപ്പോഴേക്കും എങ്ങനെയും മറ്റു കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാ എന്റെ ചാച്ചനും റോണിയൊക്കെ പാതി മനസ്സോടെയെങ്കിലും സമ്മതിച്ചു തന്നെ. ശരിക്കും അലക്സിച്ചായനോട് റിലേഷനായി പിന്നെ റോണിക്കുട്ടൻ എന്റെ ദേഹത്ത് തൊട്ടിട്ടില്ല. ചിലപ്പോ അവനോട് ഞാൻ കാണിച്ച ആ ചെറിയ ഗ്യാപ്പൊക്കെ ആയിരിക്കും പാവം എന്റെ അനിയൻകുട്ടൻ ഈ വിവാഹത്തിന് സമ്മതിക്കാൻ എതിർപ്പൊക്കെ ഉണ്ടാക്കിയത്. എന്തു തന്നെ ആയാലും കല്യാണത്തിന് അവരവസാനം സമ്മതിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കല്യാണം നടന്നു. വിചാരിച്ചതിലും സൂപ്പർ ആയിട്ടുള്ള ലൈഫായിരുന്നു. അടിച്ചു പൊളിച്ച് ഞാനും ഇച്ചായനും നയിച്ചോണ്ടിരുന്നത്. സത്യം പറഞ്ഞാ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇതുപോലൊരു ജീവിതം എനിക്ക് കിട്ടുമെന്നൊക്കെ. അവിടുത്തെ അമ്മയും ചാച്ചനും ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. കല്യാണം കഴിഞ്ഞ പാടെ ആ പ്രോട്ടീൻ ഷേക്കിന്റെ ഗുണം കൊണ്ടൊക്കെ ആവും ഞാൻ നന്നായിട്ടൊന്ന് മിനിങ്ങി. ചെറുതായിട്ട് മിനിങ്ങിന്ന് പറഞ്ഞാ പോരാ, കൊഴുത്തു എന്ന് വേണം പറയാൻ. അതിനിടയില് എന്റെ ഇച്ചായനും ഞാനും ഓരോ കാര്യങ്ങളും പ്രൈവറ്റ് ആയിട്ടിരുന്ന് സംസാരിക്കുമ്പോ എന്താ ചെയ്യാറില്ലെന്നറിയാവോ? കള്ളനിച്ചായൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ കൂട്ടുകാരെയൊക്കെ പറഞ്ഞ എന്നെ മൂപ്പിക്കാറില്ലേ. റോസോ, ഇന്ന് എനിക്ക് പകരം മറ്റവനാവട്ടോ നിന്റെ കൂടെ ഉണ്ടാവുക എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞ ഇച്ചായന്റെ കൂട്ടുകാരൻ ഒരു കണ്ണൻ. അവനെ മനസ്സിൽ വിചാരിച്ച് ഇച്ചായൻ എന്നെ സുഖിപ്പിക്കും. കണ്ണനെ മനസ്സിൽ വിചാരിക്കുമ്പോ എനിക്ക് എന്തെന്നില്ലാത്ത സുഖ കിട്ടുന്നേ. അടുത്ത ദിവസം ഇന്നലെ കണ്ണനായിരുന്നെങ്കിൽ ഇന്ന് ഉണ്ണിയായിരിക്കും. പിറ്റേ ദിവസം രാജീവ്, അടുത്ത ദിവസം സുമേഷ്. അങ്ങനെ ഇച്ചായന്റെ കൂട്ടുകാരും ഞങ്ങൾക്ക് രണ്ടുപേർക്കും യാതൊരു പരിചയമില്ലാത്തവരൊക്കെ ഞങ്ങളുടെ കിടപ്പറയില് സ്ഥാനം പിടിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞ ഇച്ചായൻ നല്ല ഉഷാറാക്കി ഒരു കുതിരയാക്കി മാറ്റി എന്നെ. എനിക്കും അതൊക്കെ വല്ലാത്ത ഇഷ്ടായിരുന്നു. ഇച്ചായൻ ഇങ്ങനെ ഇതൊക്കെ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാനും അതിനൊക്കെ ആദ്യം എതിർത്തെങ്കിലും പിന്നെ സപ്പോർട്ടായിട്ട് നിന്നു. കാരണം ഓരോ രാത്രിയിലും ആ കേൾക്കുന്ന മസാല കഥ കൊണ്ട് ഞാൻ സ്വർഗം കാണുമായിരുന്നു. എന്റെ ഇച്ചായൻ എന്നെ സ്വർഗവും കാണിക്കുമായിരുന്നു. ഹായിടയ്ക്ക, എന്റെ ചാച്ചൻ മരണപ്പെട്ടത് ഒരുപാട് സങ്കടം തോന്നിയിരുന്നെങ്കിലും അമ്മയെ അനിയൻകുട്ടനെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ രണ്ടാളും കുറച്ചു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നു. എങ്കിലും അധികം നിൽക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് വീട്ടിലേക്ക് തന്നെ പോണമെന്ന് പറഞ്ഞ് അവർ രണ്ടാളും തിരിച്ചുപോയി. പതിയെ കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും പതിയെ ഞങ്ങളുടെ ആ പഴയ ട്രാക്കിലേക്ക് തന്നെ എത്തി. ഞങ്ങളുടെ 1ാം വെഡിങ് ആനിവേഴ്സറിക്കാ ഇച്ചായൻ ശരിക്കും എന്നെ ഞെട്ടിച്ചത്. ഇച്ചായൻ ഈ കഥയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഈ കൂട്ടുകാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളായിരുന്നു സുമേഷ്. വെഡിങ് ആനിവേഴ്സറിക്ക് അതാ വരുന്ന സുമേഷ് ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക്. ഞെട്ടിത്തരിച്ചു പോയിരുന്നു ഞാൻ. ഇച്ചായ, ഇതെന്താ എന്ന് പറഞ്ഞപ്പോൾ ഇച്ചായനൊന്ന് പൊട്ടിച്ചിരിച്ചു. അലക്സിച്ചായന്റെ മുഖത്തെ ആ സന്തോഷമൊക്കെ ഒന്ന് കാണണമായിരുന്നു. റോസു, ഇത് നിനക്ക് ഞാൻ തരുന്ന ഗിഫ്റ്റായിട്ട് നീ കൂട്ടിയാ മതിട്ടോ. ഇന്ന് ഇവൻ നിന്റെയാ. എനിക്ക് ശരിക്കും പറഞ്ഞാല് എവിടെ തുടങ്ങണമെന്നോ എവിടെ അവസാനിപ്പിക്കണമെന്നോ അറിയില്ല. പക്ഷെ ഞാനങ്ങ് നിന്നുകൊടുത്താൽ മാത്രം മതി, സുമേഷ് എല്ലാം ചെയ്തോളൂന്നാ ഇച്ചായൻ പറഞ്ഞേ. അതുപോലെ തന്നെയായിരുന്നു സുമേഷ്. എന്നെ പറ്റി പറഞ്ഞ് വല്ലാതെ മുപ്പിച്ചോണ്ട് തന്നെയാ അലക്സിച്ചായൻ സുമേഷിനെ കൊണ്ടുവന്നേ. ഒരംഗം വെട്ട് തന്നെ ആയിരുന്നു അവിടെ. സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ, എന്റെ സ്വന്തം അലക്സിച്ചായന് മുന്നിൽ നൂൽബന്ധമില്ലാതെ നിൽക്കുമ്പോ അതും എന്റെ സുമേഷിന്റെ ഒപ്പം. ഹോ, ആ ഫീലൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അനുഭവിച്ച് തന്നെ അറിയണം. സുമേഷ് എന്നെ ഇച്ചായന്റെ മുമ്പിൽ വെച്ച് വല്ലാതെ ഒന്ന് പെരുമാറി. ഇത്രയും കാലം അവൻ എന്നോട് അടങ്ങാത്ത കൊതിയുണ്ടായിരുന്നു എന്നൊക്കെ ആ ദിവസം ഞാൻ മനസ്സിലാക്കിയ. ശരിക്കും പറഞ്ഞാൽ യാതൊരു സേഫ്റ്റി ഇല്ലാതെ ഇച്ചായന്റെ മുന്നിൽ വെച്ച് അവൻ എടുത്തിട്ടങ്ങ് പെരുമാറി. ആ സുഖത്തില് ഞാൻ വല്ലാതെ കൂക്കി വിളിക്കുന്നുണ്ടായിരുന്നു. എന്റെ ചേച്ചിയുടെ വീട്ടിൽ, അതായത് അലക്സിച്ചായന്റെ പെങ്ങളുടെ വീട്ടിലായിരുന്നു ആ ദിവസം ചാച്ചനും അമ്മയും ഉണ്ടായിരുന്നേ. പിന്നെ പേടിക്കാനുണ്ടോ, ഞങ്ങൾ നന്നായിട്ട് തന്നെ ആറാടി എന്ന് വേണം പറയാൻ. അലക്സിച്ചായന് മറ്റൊരു കാര്യത്തിലും കിട്ടാത്ത സുഖം ഇപ്പോതാ ഒന്നും തൊടാതെ പോലും സുമേഷ് വെച്ച് പെരുമാറുമ്പോ ആ കാഴ്ച കാണുമ്പോ തന്നെ കിട്ടി.
ഞങ്ങളുടെ മുന്നിൽ നിന്ന് അലക്സ് ചായൻ നല്ല ഒന്നാന്തരം ഒരു റോക്കറ്റും വിട്ടു. ആ കാഴ്ച കണ്ടപ്പോ എനിക്ക് കിട്ടിയ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. ഒരു ഭാര്യയെന്നും ഭർത്താവെന്ന നിലയില് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എത്ര മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ആ ദിവസ എനിക്ക് മനസ്സിലായി. ഒടുവില് സുമേഷ് ആകെ തളർന്നു വീണു. ഞാനും. സുമേഷ് ആണെങ്കിൽ അവസാനം എന്നിലേക്ക് അയച്ച ആ നിറയൊക്കെ എന്റെ അലക്സ് ചായൻ വന്നങ്ങ് ക്ലീനാക്കി തന്നു. അതെനിക്ക് പുതിയ അനുഭവമായിരുന്നു. അലക്സ് ചായന് ഈ ക്ലീനാക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇച്ചായൻ അതൊക്കെ ക്ലീനാക്കി തന്നു. ശരിക്കും പറഞ്ഞാൽ സുമേഷിനും ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ സുമേഷ് എന്റെ ചാച്ചനും അമ്മയും വീട്ടിൽ നിന്ന് പോകുമ്പോ അവിടുത്തെ നിത്യ സന്ദർശകനായി. സുമേഷും കണ്ണനും ഉണ്ണിയൊക്കെ താരം കിട്ടുമ്പോ കയറി ഇറങ്ങാൻ തുടങ്ങി. അവരൊക്കെ പെരുമാറി ഞാനിപ്പോ നല്ല ഒന്നതരം കിടിലം പീസായെന്നാ എല്ലാരും പറയുന്നേ. ഞാനത് നന്നായിട്ട് ആസ്വദിക്കാറുണ്ട് കേട്ടോ. ആ പറഞ്ഞു കേൾക്കുന്നതിന്റെ സുഖം വേറെ തന്നെയല്ലേ. പോരാത്തതിന് എന്റെ ഇച്ചായൻ ഇതൊക്കെ കണ്ട് അങ്ങ് സുഖിച്ചു മതിമറന്നിരിക്കുമ്പോ ഇച്ചായൻ അങ്ങ് സ്വർഗത്തിലെത്തുന്ന ആ കാഴ്ച കാണാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. അങ്ങനെ എത്രയോ നാള് കടന്നുപോയി. കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ ഞാൻ നല്ല കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ പീസായി മാറി. എന്റെ ശരീരത്തിനൊക്കെ ഇത്രയും കാലം ഇല്ലാത്ത കൊഴുപ്പും ആ മുഴുപ്പുമൊക്കെ വന്നു ചേർന്നു. ശരിക്കും പറഞ്ഞ ആ കൂട്ടുകാരോടും ഇച്ചായനോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതിനിടയിലാ എന്റെ ഇച്ചായനിടയ്ക്കിടയ്ക്ക് സ്ത്രീകളോടും മാത്രല്ല പുരുഷന്മാരോടും ചെറിയ ആഗ്രഹമുണ്ടെന്നൊക്കെ അറിയുന്നേ. അങ്ങനെ ഈ കൂട്ടുകാരൊക്കെ വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇച്ചായൻ അവരുടെയും ഒരു അടിമച്ചക്കനായി മാറാൻ നോക്കാറുണ്ട്. ഞങ്ങളുടെ 3ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയി. അങ്ങനെ ഇത്തവണ എന്റെ വീട്ടിലായിരിക്കും വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ എന്ന് ഇച്ചായൻ പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷായി. അമ്മയുടെയും റോണിക്കുട്ടന്റെയും കൂടെ ഒരു കിടിലൻ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷിച്ചു. കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ബിരിയാണി എന്ന് വേണ്ട എന്തൊക്കെയോ സ്പെഷ്യൽ ഫുഡൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അമ്മയും റോണിയും തയ്യാറാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മുകളിലേക്ക് കയറി. അപ്പോഴേക്കും ഇച്ചാനിന്റെ അടുത്ത് വന്നു. എന്നിട്ട് റൂം പൂട്ടിയിട്ടു. റോസു, എന്താ ചായ, നിനക്ക് വേണ്ടി ഒരു കിടിലൻ സർപ്രൈസ് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. സർപ്രൈസോ? ഞാൻ വല്ലാതെ കാത്തിരിക്കാൻ തുടങ്ങി. ഇച്ചാനൊരു സർപ്രൈസ് എന്ന് പറഞ്ഞാല് നമുക്ക് കാത്തിരുന്നു പോകും. അതുപോലത്തെ സർപ്രൈസ് ആയിരിക്കും. പറഞ്ഞ ഇച്ചായ, എനിക്ക് എന്ത് സർപ്രൈസാ തരാൻ പോകുന്നേ? നീ ഒന്ന് അടങ്ങിയിരിക്കുവണ്ണേ, ഞാനൊന്ന് താഴേക്ക് പോട്ടെ, എന്നിട്ട് നിന്നെ ഫോൺ വിളിക്കാം, അപ്പൊ നീ അറിഞ്ഞാ മതി. ഇതും പറഞ്ഞ് അലക്സ് ചായ നേരെ താഴേക്ക് പോയി. എനിക്കാണെങ്കില് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നേ ഇല്ല. കുറച്ചു കഴിഞ്ഞ് മുകളിലേക്കാള് കയറി വന്നു. എന്നിട്ട് എന്നോട് വീഡിയോ കോൾ ഓണാക്കണമെന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ കോൾ ഓണാക്കി. അലക്സ് ചായൻ എന്താ നേരെ പോകുന്നത് റോണിയുടെ മുറിയിലേക്കാ. എന്റെ നെഞ്ച് പടപടാ ഇടിക്കാൻ തുടങ്ങി. ഈശ്വര, ഇച്ചാൻ എന്തിനാ ഇപ്പോ റോണിയുടെ അടുത്തേക്ക്? ഇച്ചാൻ ഡോറിൽ മുട്ടി. ആ വീഡിയോ കോളിൽ എനിക്ക് എല്ലാം കാണാം. റോണിയതാ ഒരു ലുങ്കി മാത്രം എടുത്തോണ്ടാ പുറത്തേക്ക് വന്നിരിക്കുന്നേ. ഹാ, എന്താളിയാ? എടാ, നീ ഉറങ്ങിയോ? ഉറങ്ങാനോ? മണി 9 ആയിട്ടുള്ളൂ. ഇല്ല. ശരി, എന്നാ നീ മോളിലേക്ക് വാ. ഒരു കാര്യമുണ്ട്. ഞാനിപ്പോ എന്നാത്തിനാ മോളിലേക്ക് വരുന്നേ? എന്തേലും പറയാനുണ്ടേ നമുക്ക് നാളെ സംസാരിക്കാളിയാ. എടാ ചെറുക്ക, ഇതിപ്പോ ഞാൻ വിളിച്ചിട്ടല്ലെന്നേ, നിന്റെ ചേച്ചി വിളിച്ചിട്ടാ. നിന്റെ റോസ് ചേച്ചി. എന്റെ പേര് കേട്ടപ്പോ റോണിക്കുട്ടന്റെ കണ്ണുകളൊക്കെ വിടരുന്നത് ഞാൻ ആ വീഡിയോ കോളിലൂടെ കണ്ടു. പണ്ടത്തെ അതേ ഇഷ്ടം അവൻ ഇപ്പോഴും എന്നോടുണ്ടെന്നും ആ കൊതി ഒരു തരിമ്പ് പോലും മാറിയിട്ടില്ലെന്നും എനിക്കവന്റെ ആ റിയാക്ഷൻ കണ്ടപ്പോ മനസ്സിലായി. എന്നെ എന്തിനാ ഇപ്പൊ ചേച്ചി വിളിക്കുന്നേ? അതൊക്കെ ഉണ്ടട ചക്ക, നീ ഒന്ന് വാ, നിന്നെയും കാത്തിരിക്കും അവള്. ഒരു കാര്യം കൂടെ ഉണ്ട്. ആ കേക്ക് മുറിച്ചില്ലേ, ഫ്രിഡ്ജിൽ നിന്ന് അതിന്റെ ഒരു പീസും കൂടെ എടുത്തോ. അതൊക്കെ എന്തിനാളിയാ? അതിനൊരാവശ്യം ഉണ്ടട മോനെ, നീ പറയുന്നത് കേൾക്ക്. റോണിക്കുട്ടൻ പോയി കിച്ചണിൽ നിന്ന് ഫ്രിഡ്ജ് തുറന്ന് ഒരു കുഞ്ഞു പീസ് കേക്കുമായിട്ട് വന്നു. അപ്പോഴേക്കും അവനെ ബാൽക്കണിയിലേക്ക് വിട്ട് ഇച്ചാൻ എന്റെ മുറിയിലേക്ക് വന്നു. ഞാൻ ഇച്ചായനെ കണ്ടപ്പോഴേക്കും കെട്ടിപ്പിടിച്ചുപോയി. ഇച്ചായൻ എനിക്ക് വേണ്ടി എന്റെ അനിയൻകുട്ടനെ തന്നെയാ കൊണ്ടുവരാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോ എനിക്കുണ്ടായിരുന്ന ആ നന്ദി എങ്ങനെ പ്രകടിപ്പിച്ചാലും മതിയാവില്ല. എന്റെ കണ്ണൊക്കെ നിറഞ്ഞു. ഇച്ചായനിതെങ്ങനെ അറിഞ്ഞു? അലക്സ് ഇച്ചായനെന്ന് പൊട്ടിച്ചിരിച്ചു. എടി കള്ളി, നിന്റെ പണ്ടത്തെ ഒരു ഡയറി കിട്ടി. അതില് നീ ഇവനുമായിട്ടുള്ള കുഞ്ഞു കള്ളത്തരങ്ങളൊക്കെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വായിച്ചാല് ഒക്കെ മനസ്സിലാക്കാൻ പാകത്തിനുള്ള ബുദ്ധിയൊക്കെ ഇന്നിപ്പോ നിന്റെ ഈ കെട്ടിയവനുണ്ട് കേട്ടോ. അപ്പൊ എന്റെ പൊന്നുമോൾക്ക്
ഏറ്റവും ഇഷ്ടമുള്ള അവളുടെ അനിയൻകുട്ടൻ തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ സമ്മാനം എന്ന് ഞാൻ വിചാരിച്ചു. എന്തേ? അപ്പോഴേക്കും ഞാൻ ഇച്ചായനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്നെ ഇതുപോലെ മനസ്സിലാക്കുന്ന വേറെ ആരും ഉണ്ടാവില്ല ഈ ഭൂമിയിൽ. എന്റെ ഇച്ചായനെ കിട്ടിയത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യ. അപ്പോഴേക്കും ഇച്ചായനെ ഞാൻ പിടിച്ചടുത്തിരുത്തി. അല്ല, അവന് വേണ്ടിയിട്ട് എന്നെ കൊടുക്കുന്നതും എനിക്ക് വേണ്ടി അവനെ തരുന്നതും മാത്രമേ ഉദ്ദേശമുള്ളൂ? അതോ ഞങ്ങളുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിച്ച് ഒടുവിൽ ഈ വൃത്തിയാക്കലും എന്റെ അനിയൻകുട്ടനെ ഒന്ന് രുചിച്ചു നോക്കലുമൊക്കെ മനസ്സിലുണ്ടോ? അപ്പോഴേക്കും ഇച്ചായന്റെ പൗരുഷം ആ ഉടുമുണ്ടിൽ കൊടിമരം തീർക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. എനിക്ക് അത്രയും തന്നെ മതിയായിരുന്നു. കള്ളൻ അലക്സിച്ചായ, അപ്പൊ എന്റെ ജിമ്മൻ അനിയനെയും ഒന്ന് രുചിച്ചു നോക്കണം നിനക്ക് ആഗ്രഹം വന്നിട്ടുണ്ടല്ലേ? ഇച്ചായ ഒന്ന് ചിരിച്ചു. എങ്കിൽ പിന്നെ ഞാനായിട്ട് ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നില്ല. അവനെ ഇങ്ങോട്ട് വിളിക്ക്, എനിക്ക് കൊതിയായി. ഇച്ചായന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു ആ സമയം. കള്ളി, നിനക്ക് കൊതി സഹിക്കുന്നില്ല അല്ലേ? അപ്പൊ ഇത്രയും കാലം നിങ്ങൾ രണ്ടുപേരും എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ചിരുന്നു, ഒരു കള്ളത്തരം പോലും ചെയ്യാതെ? റോസ് ഒന്ന് അതൊക്കെ കേട്ടോണ്ട് തന്നെ ഇരുന്ന് പറഞ്ഞു. അറിയില്ല ഇച്ചായ, എനിക്കല്ലാണ്ട് തന്നെ ഇച്ചായൻ ഒന്നിനും നേരം തന്നിട്ടില്ല. വല്ലാത്ത തിരക്കല്ലായിരുന്നു. അപ്പൊ പിന്നെ ഇതിനെ പറ്റി ആലോചിക്കാൻ സമയം കിട്ടിയില്ല എന്ന് വേണം പറയാൻ. ഇപ്പൊ എന്റെ ഇച്ചായൻ മനസ്സറിഞ്ഞ് ഇതൊക്കെ കണ്ടുപിടിച്ചല്ലോ. ഇനി ഏതായാലും ആ സമ്മാനം പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും ഞാൻ മേടിക്കാൻ പോവാ. പിന്നൊരു കാര്യം, ഇച്ചായനെ കണ്ണൊന്ന് ചിമ്മരുതിട്ടോ. എന്റെ അനിയൻകുട്ടന്റെയും പെർഫോമൻസ് മുഴുവനും കാണണം. കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരെയും തുടച്ചങ്ങ് വൃത്തിയാക്കി തരണം. ഇച്ചായൻ എന്നിട്ട് പറയണം അവന്റെ ഇളംപേനിയുടെ രുചി എങ്ങനെയുണ്ടെന്ന്. അത് കേട്ടപ്പോഴേക്കും എന്റെ അലക്സിച്ചായന്റെ അവസ്ഥ, ആൾക്ക് ശരിക്കും പറഞ്ഞാ ഇപ്പൊ തന്നെ കൺട്രോൾ പോവും എന്നുള്ള അവസ്ഥയിലായി. ശരി, എന്നാ പിന്നെ ഞാൻ റോണീനെ വിളിക്കട്ടെ. വിളിക്കുന്നേ. ഇച്ചായൻ ഗിഫ്റ്റായിട്ട് തന്നിരുന്ന ഒരു സാറ്റിൻ നൈറ്റി ആയിരുന്നു എന്റെ വേഷം. അതിട്ട് കഴിഞ്ഞാൽ ശരിക്കും എന്റെ അളവുകളൊക്കെ നന്നായിട്ട് മനസ്സിലാവും. ഏതാണ്ട് 36 അളവില് അങ്ങ് വിരിഞ്ഞു നിൽക്കുന്ന എന്റെ ആ ശരീരം, 28 വയസ്സില് ആ മുറ്റി നിൽക്കുന്ന പ്രായം. എനിക്ക് ഇച്ചായനും 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. അപ്പൊ പിന്നെ ധൈര്യമായിട്ട് എന്ത് വേണേലും ചെയ്യാം എന്നുള്ള സ്വാതന്ത്ര്യം ഇച്ചായൻ എനിക്ക് തന്നിട്ടുണ്ട്. ദേ വരുന്നു നിന്റെ അനിയൻ റോണിക്കുട്ടൻ. ഇച്ചായൻ തോളത്ത് കൈയിട്ടുണ്ടാ അവനെ കൂട്ടിക്കൊണ്ടു വന്നേ. സ്വന്തം അളിയന്റെ മുമ്പിൽ, എന്റെ പെങ്ങളുടെ മുമ്പിൽ അവൾ എന്ത് മുഖം വെച്ച് അവൻ നിൽക്കുമെന്നായിരുന്നു എന്റെ മനസ്സിൽ. അതുപോലെ തന്നെ ആകെ ഒരു ചമ്മലായിരുന്നു റോണിക്കുട്ടന്റെ മനസ്സിൽ. അവന്റെ ആ ചമ്മല് മാറ്റാൻ തന്നെ തീരുമാനിച്ചു. അവനെ വിളിച്ച ആ ബെഡിലേക്ക് ഇരുത്തി അവന്റെ തോളത്ത് ഞാനിങ്ങനെ കൈയിട്ടു. എന്താടാ നിനക്കാകെ നാണം പോലെ? അവനൊന്ന് ചിരിച്ചു. എന്റെ റോസ് ചേച്ചി, നിന്റെ കെട്ടിയവൻ എന്ത് ഭാവിച്ചാ എന്നെ ദേ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുവാ നീ വിളിക്കുന്നെന്ന് പറഞ്ഞ്? എന്താന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ അവസരത്തില് അവന്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ രണ്ടാളും പരസ്പരം നോക്കിയെന്ന് ചിരിച്ചു. എടാ റോണി, ഇങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ. പണ്ട് ചെറുപ്പത്തില് നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന കുഞ്ഞി കുഞ്ഞി പിടിയും വലിയൊക്കെ ദേ നിന്റെ ഈ അളിയനുണ്ടല്ലോ, എന്റെ കള്ള കെട്ടിയവൻ, അതൊക്കെ അറിഞ്ഞെന്നേ. അവന്റെ മുഖം ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. എടാ നീ പേടിക്കൊന്നും വേണ്ട, ഇച്ചായൻ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമാ. അതുകൊണ്ടല്ലേ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് നിന്നെ തന്നെ കൊണ്ടുവന്ന് എനിക്ക് തന്നിരിക്കുന്നേ. അപ്പോഴേക്കും ഇച്ചായനെന്ന് എഴുന്നേറ്റു. എടാ റോണി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇന്ന് എന്റെ റോസു, ഈ റോസ്മേരി നിന്റെ ഭാര്യയോ നിന്റെ പെങ്ങളോ നിന്റെ അമ്മയോ ആരോ ആയിക്കോട്ടെ, ഏതായാലും നിന്റെ സ്വന്തമാ കേട്ടോ. അവളുടെ ശരീരത്തിന്റെ ഓരോ ഇഞ്ചും ഇന്നത്തെ ദിവസം നിനക്ക് സ്വന്തം. നീ മുഴുവനായിട്ടങ്ങ് എടുത്തോടാ. ഇടയ്ക്കിടയ്ക്ക് പരിപാടികൾ എവിടെ വരെയായിന്ന് പറഞ്ഞ് കാണാൻ ഞാൻ ഇങ്ങോട്ട് വരും. ചിലപ്പോ എന്റെ ആഗ്രഹം കൊണ്ട് മുഴുവനും ഞാനിവിടെ ഇരുന്ന് കണ്ടെന്നു ഇരിക്കും. അത് നിനക്കൊരു ശല്യാവില്ലല്ലോ? അവന് വല്ലാത്ത ഞെട്ടല്ല. അളിയൻ എന്തൊക്കെയാ പറയുന്നേ? അപ്പോഴേക്കും ഞാൻ അവനെ ചേർത്ത് പിടിച്ചു. സത്യാടാ റോണി, നിന്റെ ഈ റോസ് ചേച്ചി കല്യാണത്തിന് തൊട്ടു മുന്നവരെ നിന്റെ മാത്രം സ്വന്തമായിരുന്നില്ലേ? ഇപ്പൊ ഞാൻ അന്നത്തെ കിളിന്തു പെണ്ണൊന്നും അല്ലടാ. പല പല ആൾക്കാരിലൂടെ കൈമാറി വന്ന് ഞാൻ നല്ല കിടിലം പീസായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാ ഇച്ചായന്റെ കൂട്ടുകാരൊക്കെ പറയുന്നേ. എന്റെ ശരീരത്തിന്റെ കൊഴുപ്പൊക്കെ ഒന്ന് നോക്ക് നീ, എനിക്ക് നല്ല വ്യത്യാസമല്ലേ? അടിമുടി റോണി അപ്പോ എന്നെ ഒന്ന് അളന്നു കണ്ണുകൊണ്ട്. ശരിക്കും പറഞ്ഞ അവന്റെ മുഖമൊന്ന് വിരിഞ്ഞായിരുന്നു. സത്യാടി, നിനക്ക് നല്ല കൊഴുപ്പ് വെച്ചിട്ടുണ്ട്.
എന്നാലേ ആ കൊഴുപ്പൊക്കെ മുഴുവനും രുചിച്ചു നോക്കാൻ നിനക്ക് കിട്ടിയ അവസരമായിരുന്നു. എന്റെ കെട്ടിയവന്റെ മുമ്പിൽ വെച്ച് തന്നെ നീ എന്നെ സ്വന്താക്കിക്കോ. അത് കേട്ടപടി റോണി എന്നെ ഒന്ന് ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചു. അത് കണ്ടപ്പോ തന്നെ എന്റെ അലക്സിച്ചായന്റെ മനസ്സങ്ങ് നിറഞ്ഞു. ദാ അവിടെ ഇവിടെ ഇപ്പോ ഒരു കൊടിമരം പോലെ നിൽക്കുക. റൂമിലെ അപ്പുറത്തെ സോഫയിലായിട്ട് മാറിയിരുന്നു ഇച്ചായൻ. ഓരോന്ന് കാണാനുള്ള തയ്യാറെടുപ്പിലെ ആള്. പിന്നെ പറയാനുണ്ടോ, ഞാൻ മുൻകൈ എടുക്കേണ്ട ആവശ്യമേ വന്നില്ല. എന്റെ റോണിക്കുട്ടൻ എന്നെ കോരിയെടുത്ത് നേരെ ബെഡിലേക്ക് ഇട്ടു. പിന്നീട് അവിടെ നടന്നത് ഒരംഗം വെട്ട് മാത്രമായിരുന്നു. ചെറുപ്പത്തിൽ ഞങ്ങൾ എവിടെ കൊണ്ട് നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങി എന്നുള്ള മട്ടിലായിരുന്നു അവസ്ഥ. അവനിലേക്ക് പൂർവാധിക ശക്തിയോടെ ആഴ്ന്നിറങ്ങി. ഒരു പെങ്ങളെന്നോ ഭാര്യയെന്നോ അവൻ എന്താ മനസ്സിൽ വിചാരിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്റെ റോസ് ചേച്ചിയെന്ന് അവൻ നീട്ടി വിളിക്കുമ്പോ ആ വിളി എനിക്ക് തരുന്ന സുഖം വല്ലാത്തതായിരുന്നു. എന്റെ അനിയൻകുട്ടായെന്ന് വിളിച്ച് അവന്റെ ആ സുഖത്തിന് ഞാൻ ഇരട്ടി മാറ്റ് അങ്ങോട്ട് കൊടുത്തു. കുറെ നേരം, ഏതാണ്ട് 1.5 മണിക്കൂറോളം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സർപ്പത്തെ പോലെ ആയിരുന്നു. അതിനിടയ്ക്ക് ഓരോന്ന് കണ്ട് എത്ര പ്രാവശ്യം എന്റെ ഇച്ചായൻ ക്ലൈമാക്സിലേക്ക് എത്തിയെന്ന് എനിക്കറിയില്ല. എല്ലാം കണ്ട് കണ്ട് ഏറ്റവും അവസാനം എന്റെ റോണിയുടെയും കലാപരിപാടികൾ അവസാനിച്ചു കഴിഞ്ഞപ്പോഴാ റോണി ശരിക്കും ഞെട്ടുന്നേ. ദാ വരുന്നു ഇച്ചായൻ ചാടിക്കൊണ്ട് എന്റെ നേരെ. എന്നെ ഇച്ചായൻ വടിച്ചങ്ങ് വൃത്തിയാക്കി. തൊട്ടടുത്ത നിമിഷം റോണിയെയും. അവൻ അന്താളിച്ചു പോയി. അവന്റെ അന്താളിപ്പ് കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു, എടക്കുട്ടാ ഒന്ന് അനങ്ങാതെ നിക്കടാ. നിന്റെ അളിയന് വേണ്ടി നിനക്ക് ഇത്രയെങ്കിലും ചെയ്തു കൊടുത്തോടെ. ഇതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടാന്നേ. നീ ഒന്ന് അടങ്ങി നിക്ക്. അപ്പോ കണ്ണും പൂട്ടി അവരങ്ങ് നിന്നു കൊടുത്തു. എന്റെയും എന്റെ റോണിക്കുട്ടന്റെയും സ്വകാര്യമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും എന്റെ അലക്സിച്ചായൻ വൃത്തിയാക്കി തന്നു അങ്ങോട്ടേക്ക്. എത്ര രുചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഒടുവിൽ എന്റെ ഇച്ചായൻ റോണിക്കുട്ടന്റെ അടുത്തേക്കും നല്ല വൃത്തിയാക്കി കൊടുക്കാനും അവന് രുചിക്കാനും ചെന്നപ്പോഴേക്കും അവനും ഇപ്പൊ അത് ആസ്വദിച്ചു തുടങ്ങി എന്ന് വേണം പറയാൻ. ഞാനും ഇച്ചായനും ഭാര്യയും ഭർത്താവെന്ന നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഫാന്റസികളുള്ളവരാന്ന് എന്റെ റോണിക്കുട്ടന് മനസ്സിലായി. ശരിക്കും അവൻ എന്റെ അടുത്ത് കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു, എടി റോസോ, ശരിക്കും നിന്റെ ഭാഗ്യ ഇതുപോലൊരു കെട്ടിയവനെ കിട്ടിയത് കേട്ടോ. ഞാനൊന്ന് പൊട്ടിച്ചിരിച്ചു. അത് കേട്ട് എന്റെ അലക്സിച്ചായനും. അപ്പോഴേക്ക് ഇച്ചായൻ പറഞ്ഞു, എടാ റോണി, എന്റെ ഭാര്യയ്ക്ക് എപ്പോ നിന്നെ വേണമെന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ വിളിക്കും. ഓടി വന്നേക്കണം. ഇതുപോലെ അവളെ സുഖിപ്പിച്ചു കൊടുക്കാൻ കേട്ടോ. റോണിയപ്പോ ഇച്ചായനോടെ പറഞ്ഞു, എന്റെ ചേച്ചി എന്തിനാ അളിയനോട് പറയുന്നേ? വേണമെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ചാ പോരെ. എത്ര ദൂരെയാണെങ്കിലും ഞാനങ്ങ് പറന്നെത്തും. അത് കേട്ടപ്പോ രണ്ടാളുടെയും എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. രണ്ടാളും എന്നെ ആശ്വസിപ്പിച്ചു. അയ്യേ, ഈ നല്ല ദിവസം ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കാനാണോ? ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? അപ്പോഴാ റോണി താഴെ നിന്ന് കൊണ്ടുവന്ന ആ മെൽറ്റായ കേക്കിനെ പറ്റി ഓർക്കുന്നേ. രണ്ടുപേരും ആ സമയം ആ കേക്ക് എടുത്തു എന്റെ ദേഹം മുഴുവനും തേച്ചു. താഴെ അമ്മയുണ്ട്. ഒച്ചയൊന്നും ഉണ്ടാക്കരുതെന്ന് അവരോട് പറഞ്ഞെങ്കിലും രണ്ടാൾക്കും അതൊന്നും അനുസരിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു. ദേഹം മുഴുവനും ആ ക്രീം തേച്ചു. പിന്നെ എന്റെ റോണിക്കുട്ടനും അലക്സിച്ചായനും മാറുന്നില്ല. രണ്ടുപേരും കൂടെ ഒന്നിച്ചുള്ള തേരോട്ടമായിരുന്നു. ശരിക്കും ഞാൻ സുഖിച്ചതിന് കണക്കില്ല. ഒരു പെണ്ണെന്ന നിലയിൽ എന്റെ ജീവിതം ഏറ്റവും വലിയ സന്തോഷമാണെന്ന് ഞാൻ മനസ്സിലാക്കിയ ദിവസങ്ങളായിരുന്നു അത്. എന്റെ അലക്സിച്ചായൻ ഇടയ്ക്കിടയ്ക്ക് റോണിയെ വിളിക്കും. അവൻ വന്ന് ഒരു തേരോട്ടം നടത്തിയിട്ട് പോകും. എത്രയായാലും എന്റെ റോണിയെ കിട്ടിയാൽ എനിക്ക് മതിയാവേയില്ല. അത്രയ്ക്കാണ് അവൻ എന്നെ സ്വർഗം കാണിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ എന്റെയും അലക്സിച്ചായന്റെയും ആ സ്വകാര്യ നിമിഷങ്ങൾക്കിടയിലായിരുന്നു ഇച്ചായൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഹെടി, റോണിക്കുട്ടന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. നീ പ്രസവിക്കില്ലേ? ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇച്ചായന്റെ അടുത്തുനിന്ന്. ഞാൻ ഞെട്ടിപ്പോയി. സത്യമായിട്ടും പറയുവാ പെണ്ണെ, എനിക്ക് നിന്റെ റോണിക്കുട്ടന്റെ ഒരു കുഞ്ഞിനെ വേണം. നീ അവന്റെ കുഞ്ഞിനെ പ്രസവിക്കണം. പൊന്നുപോലെ ഞാൻ വളർത്തിക്കോളാം. ഏതായാലും നിന്റെ ഇച്ചായന് നിനക്കൊരു കുഞ്ഞിനെ തരാൻ യോഗമില്ല. നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്തപ്പോ എനിക്ക് പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞതല്ലേ. എനിക്ക് എന്റെ മനസ്സില് ആ പരിപാടി കേട്ടപ്പോഴേക്കും വല്ലാത്തൊരു ഉന്മേഷമായിരുന്നു ഉണ്ടായിരുന്നേ. എത്രയും കാലം ഈ ഫാന്റസികളൊക്കെ ഒരു ലിമിറ്റിലായിരുന്നു നിന്നേ. എന്നാ ഇതാ ഇപ്പൊ സകല ലിമിറ്റും ഭേദിക്കാൻ പോകുന്നു. ഇച്ചായന്റെ ആഗ്രഹമാണെങ്കില് അങ്ങനെ തന്നെ ആയിക്കോട്ടെ.
ഇത് റോണിയോട് പറയണോ വേണ്ടയോ എന്ന് മാത്രം ഇച്ചായം പറഞ്ഞാ മതി. വേണ്ട, അവൻ അറിയണ്ടടി. അവനറിയാതെ നമുക്ക് രണ്ടിനും മാത്രം അറിഞ്ഞുകൊണ്ട് അവന്റെ ഒരു കുഞ്ഞ്. ശരിക്കും പറഞ്ഞാല് എന്റെ ഇച്ചായന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ കാത്തിരിപ്പായി. റോണിയുടെ ഒരു കുഞ്ഞ് ഈ റോസ്മേരിയുടെ വയറ്റിൽ ജനിക്കുന്നതിന് വേണ്ടി അലക്സിച്ചാനും ഞാനും ഒരുപോലെ കാത്തിരുന്നു തുടങ്ങി. എങ്ങനെയുണ്ട് നമ്മുടെ ഈ സൂപ്പർ കഥ? ഇതുപോലുള്ള ഇടിവെട്ട് കഥകൾ ഒരു തരി പോലും ഞാൻ നിങ്ങളോട് ഒളിച്ചു പറയാതെ ഫുൾ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ മസാലയായിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതിന് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ, നമ്മുടെ എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. അവിടുത്തെ കഥകൾ കേട്ട് ഇനി കിളി പോയി എന്ന് പറയാതിരുന്നാ മതി. അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ദൈവവുമായി നേരിട്ട് സംസാരിക്കാനുള്ള അവസരവും ഉണ്ടാകുമെന്നേ. അപ്പൊ എങ്ങനെയാ, എല്ലാരും നേരെ ആ ഫസ്റ്റ് കമന്റ് എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമല്ലേ? അതും മാത്രല്ല, എല്ലാരും സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒരു കമന്റ് ഇടാനും മറക്കരുത് കേട്ടോ. അടുത്ത ദിവസം ഇതിലും കിടിലൻ സ്റ്റോറി ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ ബൈ ഡിയേഴ്സ്.